ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 എല്ലാവർക്കും കൊടുക്കൂ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വരമംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. രാമായണം എടുത്തിട്ട് എല്ലാവരും ഓരോരുടെ സ്ഥലത്തിരുന്നോളൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇതൊന്നിങ്ങനെ തിരിച്ചു വെച്ച് തരും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ജാനകീ ജീവനസ്മരണം രാമ രാമ ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ഭാരത് മാതാക്ക്. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ പാരായണം സമ്പൂർണ്ണമാക്കിയിട്ട്, അതായത് സമ്പൂർണ്ണം എന്ന് പറയാൻ പറ്റില്ല, ഉത്തരരാമായണം നമ്മൾ വായിക്കണില്ല, എന്നാലും ശ്രീരാമ പട്ടാഭിഷേകത്തോട് കൂടിയിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ സമർപ്പിക്കണതിൻ്റെ നമ്മളെല്ലാവരും ചേർന്ന് സമർപ്പിക്കുന്നു. കാരണം നാളെയാണ് കർക്കിടകം 32 സമാപന ദിനം എന്നുണ്ടെങ്കിലും നാളെ സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ ഒരു അവസരം കൂടി, ഒരു ഭാഗ്യം കൂടി ഭഗവാൻ നമുക്കായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ തൽക്കാലം ഇന്നത്തെ ഇത്തവണ ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഇവിടെ സമർപ്പിച്ചിട്ട് നാളെ സമ്പൂർണ്ണ പാരായണം ആരംഭിക്കുന്നു. ഭഗവാൻ ആ ഒരു ആരംഭം നിത്യവും നമ്മുടെ ഗൃഹത്തിൽ രാമായണ പാരായണം നടത്താനുള്ള ഒരു അനുഗ്രഹമായിട്ട് എല്ലാവരും കണക്കാക്കിയിട്ട് എന്നും
ഗൃഹത്തിലിരുന്ന് രാമായണം വായിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കണം. ഇത്രയും ദിവസം മുടങ്ങാണ്ട് ഇത് ശ്രവിക്കാനും ആ രാമായണത്തിൽ മനസ്സ് ചേർത്തിരിക്കാനും കഴിഞ്ഞ എല്ലാ സജ്ജനങ്ങളുടെയും ഇവിടെ പ്രത്യക്ഷത്തിലും അതല്ലാണ്ടും ഒരുപാട് പേര് നമ്മുടെ ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്ത ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു സംരംഭം ഇവിടെ വരെ എത്തിക്കാനായിട്ട് സാധിച്ചത്. കാരണം ഓരോരുത്തരുടെ പ്രാർത്ഥനയും ഭഗവാന്റെ പാദത്തിലെത്തുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് വരികയാണ്. അപ്പം അങ്ങനെയുള്ള ആ കാരുണ്യം കൊണ്ടാണ് ഒരു ദിവസം ഒരു നിമിഷം ഇവിടെ വന്ന് ഈ യജ്ഞത്തിൽ പങ്കെടുത്ത ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ പാദത്തിൽ മനസ്സുകൊണ്ട് വീണ് നമസ്കരിക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, മനസ്സമാധാനം ഉണ്ടാവട്ടെ. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വന്ന് തളർത്തിയാലും അതിനെയൊക്കെ സധൈര്യം നേരിടാനായിട്ട് ആ ഭഗവാൻ കരുത്തായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കണം. ശ്രീ ഹരയേ നമ. ഇന്ന് മറ്റൊരു പ്രധാന ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യ ദിനം, അല്ലെ, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഇന്ന്. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇപ്പോഴും നമ്മൾ സ്വതന്ത്രരാണോ? ബാഹ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ പലരിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വരും. പല വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി മറ്റുള്ളവരിൽ നിന്നെന്ന് പറയണു. അതുപോലെ നമ്മൾ ഉണ്ടല്ലോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വഴക്ക് കൂടണു. പല വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യണ്ട, അല്ലേ? ഓരോ വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഇത് ശരിക്കും കേൾക്കണമെന്നില്ല. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് അഷ്ടോത്തരം ചെല്ലുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കുക. അതൊന്നല്ല, ഇങ്ങനെ പിടിച്ചാലേ കേൾക്കുള്ളൂ. ഇങ്ങനെ പിടിച്ച് വായിക്കാച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ നമ്മൾ എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയതെന്ന് ചോദിച്ചാൽ ഒന്നിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. ബാഹ്യമായി എന്തോ സ്വാതന്ത്ര്യം നേടി എന്ന് പറയണു. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരുടെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? അറിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാണോ? ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്നവരും സ്വതന്ത്രരാണോ എന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളുടെ പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ, പല വിധത്തിലുള്ള നമ്മളുടെ ഓരോ പ്രവർത്തികൾ, അങ്ങനെ പലതും ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളുടെ കാമത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടോ ആഗ്രഹങ്ങൾ? ഇല്ല. കോപത്തിൽ നിന്ന് സ്വതന്ത്രരാണോ നമ്മൾ? നമുക്ക് ദേഷ്യം വരാണ്ടിരിക്കുന്നുണ്ടോ? കോപത്തെ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. കാമത്തെ ജയിച്ചിട്ടില്ല, കോപത്തെ ജയിച്ചിട്ടില്ല, ഒന്നിനെയും ജയിച്ചിട്ടില്ല. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പറയും ഞങ്ങൾക്കാരോട് അസൂയൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നും, ഈശ്വരാ അവർക്ക് പറ്റി, എനിക്ക് പറ്റിയില്ലല്ലോ. അത് തന്നെ അതിൻ്റെ ഒരു ഇതാണ്. നമ്മളുടെ ഉള്ളിൽ എന്താ വരേണ്ടത്? ഒരാൾക്ക് ഒരു കാര്യം സാധിച്ചു എന്ന് വെച്ചാൽ നമ്മളുടെ പ്രാർത്ഥന അവർക്ക് സാധിച്ചല്ലോ, ഭഗവാനെ അവരുടെ ഭാഗ്യം നന്നായി, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മളുടെ കണ്ണിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എന്നാലും കണ്ണ് പറയും കണ്ടോളൂ 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 എന്ന് പറയുമ്പോൾ ആ കാണാനായിട്ട് നമ്മൾ അതിന് ശ്രമിക്കുന്നു. അതിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. കണ്ണിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ചെവി, അല്ലേ, കേൾക്കണ്ട എന്ന് വിചാരിച്ചാലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അപ്പുറത്തെ കാര്യം പറയുമ്പോൾ ചെവി ഓർക്കും, എന്താ പറയണേ, അതെന്താ. നമ്മൾ ചിലപ്പോൾ പുറമേക്ക് എനിക്ക് ഈ വക കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കണവരാണെങ്കിലും നമ്മുടെ കാത് ശ്രദ്ധിക്കും. പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് എന്നാലും എന്താ അങ്ങനെയായേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല എന്നാലും എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ സംവദിക്കും. അപ്പം അത് പുറമേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആ പറഞ്ഞതോടുകൂടി തീരും. ഉള്ളിലുള്ളതാകുമ്പോൾ അതിങ്ങനെ നിൽക്കും, ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മളുടെ കാതുകളിൽ നിന്ന് സ്വാതന്ത്ര്യം, നാവിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് എത്ര വലിയ ആഗ്രഹമുള്ള വസ്തുക്കളായാലും വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് കഴിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ?
ഒന്നിൽ നിന്നും ഓരോ 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 അവനവനിൽ നിന്ന് പോലും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം പുറമേ നിന്നുള്ളതിനല്ല വേണ്ടത്, അവനവൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇതുപോലെയുള്ള നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അതിനെ ജയിക്കണം. അതാണല്ലോ നമ്മുടെ സുധാമാവ് അല്ലേ? സുധാമാവ് അങ്ങനെയല്ലേ? പ്രശാന്താത്മാ ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശാന്തമായിട്ടിരിക്കാൻ, പ്രശാന്തം, ശാന്തത്തിനേക്കാളും ഡീപ്പാണ്. അപ്പോൾ പ്രശാന്താത്മാജിത വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളുടെ എന്ന് നേടുന്ന എല്ലാ സുഖങ്ങളിൽ നിന്നും വിരക്തി വന്നിട്ട് ഇന്ദ്രിയത്തെ ജയിച്ച് ശാന്തമായിട്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയല്ലേ നമുക്ക് നേടേണ്ടത്? അതല്ലേ നമ്മൾ നേടേണ്ട സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊരുതേണ്ടത്. അങ്ങനെ ആ പൊരുതൽ, ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവവും അതാണ് രാമായണം. നമ്മളെ ആ രാമായണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആസുരിക ഭാവങ്ങളെ, നമ്മുടെ ഉള്ളിലത്തെ ആസുരിക ഭാവങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കി അതിനെ ജയിച്ചിട്ട് ആ ഈശ്വരഭാവത്തെ കൊണ്ടുവരിക, ആ സ്വാത്വിക ഭാവത്തെ കൊണ്ടുവരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതിനെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായി പ്രശാന്താത്മാ, ആ പ്രശാന്തമായിട്ടിരിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സദാ നാമം ജപിക്കൂ. നാമമാകുന്ന ആയുധം കൊണ്ട് നമ്മളിതാ ആസുരിക ഭാവത്തെ മുഴുവനും തോൽപ്പിക്കുന്നു, ആസുരിക ഭാവത്തെ. അപ്പം അതുകൊണ്ട് അതാണ് നമ്മൾ നേടേണ്ടത് എന്ന് ഇവിടെ രാമായണവും അത് തന്നെ പറയണു അല്ലേ? നമ്മൾ ഭഗവാന്റെ കൂടെ ചേർന്ന്, ആ ഭഗവാനോടുകൂടി ചേർന്ന് നിന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവത്തെ ജയിക്കൂ. വേണ്ടാത്ത ചിന്തകളെ ഇല്ലാണ്ടാക്കൂ, പരസ്പര മാത്സര്യം ഇല്ലാണ്ടാക്കൂ, സഹോദര്യ സ്നേഹം വളർത്തൂ, അച്ഛനമ്മമാരെ സ്നേഹിക്കൂ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോ വരികളിലൂടെയും രാമായണം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് ഈ സ്വാതന്ത്ര്യം ലഭിച്ച ഈ ഒരു ദിവസം നമ്മളിതാ അവിടെ സമർപ്പിക്കുന്നു. നമ്മളുടെ ഓരോ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും, നമ്മുടെ ചിന്തകളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും നമ്മളുടെ ഓരോരുത്തർക്കും ഉണ്ടാവും അവരുടേതായ ഒരു വ്യക്തി സ്വഭാവം. അതിൽ നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. അപ്പോൾ ചീത്തയായിട്ടുള്ള ചിന്തകളിൽ നിന്ന്, ചീത്തയായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന്, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഓരോ അക്ഷരപ്പൂക്കളും ഭഗവാന്റെ പാദത്തിൽ ഇപ്പം ഇവിടെ ഇത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീകാത്മകമായിട്ട് ശ്രീരാമ അഷ്ടോത്തര അർച്ചന ചെയ്യുന്നുണ്ട്. അത് പ്രതീകാത്മകം മാത്രമാണ്. നമ്മളിവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ അക്ഷരപ്പൂക്കളും ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ അർച്ചന ചെയ്തുകൊണ്ടേയിരിക്കുക. കൂടുതൽ ശ്രദ്ധയോടുകൂടിയിട്ട് അതൊക്കെ ആ രാമായണത്തെ അനുഭവിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. രാമ രാമ ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് അയോധ്യ പ്രവേശം വരെയുള്ള ഭാഗങ്ങളാണ് അല്ലേ. അയോധ്യ പ്രവേശം വായിച്ചു അല്ലേ. ഇനി ശ്രീരാമ പട്ടാഭിഷേകം എന്നുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യാനുള്ളത്. അത് അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഉണ്ണിച്ചേട്ടാ ഇലകൾ എടുത്തു വെച്ചോ അർച്ചനയ്ക്ക്? എത്ര ആളുണ്ട് വെച്ചാൽ അത്രയും ഒരു ഇലകൾ എടുത്തു വെച്ചു. ആ ഇലകളിൽ നമ്മൾ അർച്ചന ചെയ്യണം, അഷ്ടോത്തര അർച്ചന ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിളക്ക് വച്ചിട്ട് ഒരു ഇല വച്ചിട്ട് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ആണ് നമ്മൾ അർച്ചന ചെയ്യണേ. ഭഗവാന്റെ പാദമാണെന്ന് സങ്കല്പിച്ചിട്ട് അതിന് ശേഷം അത് മുഴുവനും ഇവിടെ ഭഗവാന്റെ പാദത്തിൽ ഓരോരുത്തരും അർച്ചന ചെയ്തത് ഇവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആ പൂക്കൾ മുഴുവനും. അപ്പം എത്ര പേരുണ്ട് വെച്ചാൽ അവർക്കുള്ള ഒരു ഇല മുറിച്ചോളൂ. എല്ലാവരും അർച്ചനയിൽ പങ്കെടുക്കുന്നുണ്ടാവും എന്തായാലും. 2 or 3 കൂടുതൽ മുറിച്ചോളൂ. അത് ചെറിയ ചെറിയ വലിയ ഇലകൾ വേണ്ട ഉണ്ണിച്ചേട്ടൊക്കെ, ചെറിയ ചെറിയ ഇല മതി അർച്ചന ചെയ്യാനുള്ളതായിട്ട്. ഇങ്ങനെ ഹരേ ഗുരുവായൂരപ്പ. ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇനി പാരായണം ചെയ്യാനുള്ളത്. ശ്രീരാമ പട്ടാഭിഷേകം നിങ്ങളുടെ പേജ് പറഞ്ഞു കൊടുത്താൽ മതിയാ. 475. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ കിട്ടിയില്ല എല്ലാവർക്കും?
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. സന്തുഷ്ടനായ രഘുകുലനാഥനു മന്ദർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നീലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്തനന്തരം ചെന്നു വഹിക്ക നീ വൈഷ്ണവനൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനാമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രസേനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയാപുത്രിയും ഉൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലാമെന്നപേക്ഷിച്ചതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത്ത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടള ഇംഗിതച്ചൻ മന്ദഹാസ പുരസ്കൃതം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരു രാധേശ്യാം ഞാൻ വായിക്കണ ഒരു രീതിയും നിങ്ങൾ വായിക്കണ ഒരു രീതിയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പോലെ രീതിയിൽ വായിക്കാൻ അറിയില്ല. അപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കിവിടെ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കാം ഓരോരുത്തരായിട്ട്. അപ്പം ഞാനിതൊന്ന് അത് കാരണം കൊണ്ട് എനിക്കത് അങ്ങോട്ട് കൃത്യമാവണില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുറവ് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഹരേ ഗുരുവായൂരപ്പ. ചിന്മയൻ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടള വിംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരു കീടുകെല്ലാമെന്നു പങ്കജാലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രൂ നിഗൃതകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേ വരും സംഭരിച്ചിടിനാനന്ദ തേജസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുൻപേ ജഡാഭാരചോദനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദാൽ അലങ്കരിച്ചിടിനാർ.
ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത. വാനരാനാരീജനത്തിനും കൗസല്യാതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരം അത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാർ. രാജരാജ്യൻ മനോവീരൻ ദയാപരൻ രാജരോഗ്യം മഹാസ്യന്തനാമേറിനാൻ. സൂര്യാതനയനും അംഗദാവീരനും മാരുതീതാനും വിഭീഷണനും തഥാ ദിവ്യാംബര ആഭരണാദ്യലങ്കാരേണ ദിവ്യാഗജാശ്വരഥങ്ങളിലമ്മാറു നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായി സേവാപരിവൃതന്മാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യാലങ്കാര ഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യാവചനവും വീയിനാൾ. മാനുഷാവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണാമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്യങ്ങളേറിനാൾ. കണ്ണിനാനന്ദപൂരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹാപരവശന്മാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവാമന്ദിരാതുല്യമം താതാലയം കണ്ടു വന്ദിച്ചകമ്പുക്കുമാതാവു തൻപദം വന്ദിച്ചതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാൻ അവിളംബിതം ഭവാൻ ഭാനൂതനയനും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗൃഹങ്ങളിൽ ആക്കുക വേണം അവരെ വിരയ നീ എന്നതു കേട്ടതു ചെയ്തൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാൽ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലാമമ്മാറു നീ കഴിച്ചിടണം. അംഗദാനാദികളോടും യഥാവിധി 4 സമുദ്രത്തിങ്കലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുത്പുത്രനും അംഗദന്താനും സുഷേണനും വൈകാതെ സ്വർണാകലശങ്ങൾ തന്നിൽ മലയജാപർണേന വായ്ക്കെട്ടു വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യാനദീജലം പുഷ്കരാമാദിയാം മന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടാവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധാപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാൻ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശാരഥിക്കഭിഷേകവും ചെയ്തിതു. ജാനകീ ജീവനസ്മരണം. രാമ രാമ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം പൊന്നിൻ കലശങ്ങളുമായിരത്തെട്ടുമങ്ങന്യൂന്യശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരേന്ദ്രനും വാനരാവീരനും രക്തദണ്ഡം പൂണ്ട ചാമരം വീണാർ. ശത്രുഘ്നവീരൻ കുടാ പിടിച്ചിടിനാൻ, ക്ഷത്രിയാവീരരുപചരിച്ചിടിനാൻ, ലോകപാലന്മാരുപദേവതാമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യ ഹാരം മഹേന്ദ്രൻ മനോകുലാനാഥനും, സർവരത്നോജ്വലമായ ഹാരം പുനാരുർവീശ്വരനും അലങ്കരിച്ചിടിനാർ. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദുർവാദളശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം, ഹാരാകിരീടാവിരാജിതം രാഘവം, മാരാസമാനലാവണ്യം മനോഹരം, പീതംബരാപരീശോഭിതം ഭൂധരം, സീതയാ വാമാംഗസംസ്ഥയാ രാജിതം, രാജരാജേന്ദ്രം രഘുകുലാനായകം, രാജീവബാന്ധവ വംശസമുദ്ഭവം, രാവണനാശനം രാമം ദയാപരം, സേവകാഭീഷ്ടതം സേവ്യാമനാമയം, ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു ഭാർഗവനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാർ. രാമായ ശക്തിയുക്തായ നമോ നമ, ശ്യാമള കോമള രൂപായ തേ നമ, കുണ്ടലീനാഥസൽപായ നമോ നമ, കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ, ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ, ആദിമദ്യാന്തഹീനായ നമോ നമ, വേദസ്വരൂപായ രാമായ തേ നമ, വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ, വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിഭൂതേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാർ. ബ്രഹ്മാവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതാമേറിയ രാവണ രാക്ഷസൻ മൽപതാമെല്ലാം അടക്കിനാർ കശ്മലൻ. തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ, ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നന്നിവണ്ണമോരോരാപത്തു വന്നാലതു തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നതുത്തമാ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവത്കരുണാംബലാമിന്നി മറ്റില്ലൊരാലംബനം നാഥ
നമോസ്തുതേ. ആദിത്യരുദ്ര വസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരാവംശവിനാശനാകിയ ദശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ ത്വൽകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു. ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. സീതാഭിരാമായ തേ നമഃ. ജാനകീ ജീവനസ്മരണം. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്താമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കൽ ഇഷ്ടലാഭത്തിനാൽ. പിണ്ടോദകങ്ങൾ ഉദിക്കായിക കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന. രക്ഷ പ്രഭോ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ടാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും. ഇന്നു തുടങ്ങിത്തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിധേ നിഞ്ചരണാംബുജം നിത്യം നമോ നമ. നിഞ്ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ. മന്നവൻ തന്നെ മനോഹരമാം വണ്ണം ദുർനയാമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നഗാതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം. കിംപുരുഷന്മാർ പരൻപുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ച് എൻപോറ്റി രാവണനെന്നു കേൾക്കും നേരം അമ്പരാമാർഗേ നടക്കുമാറില്ലിനി നിൻപാദപത്മം ഭജിക്കായി വരേണമേ. നിൻപാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധാസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്താഭയം തീർത്ത കാരുണ്യവാരിധേ. രക്താരവിന്ദാഭപൂണ്ടാഭവൽപദം നിത്യം നമോ നമോ. നിത്യം നമോ നമ. നിത്യം നമോ നമോ. നിത്യം നമോ നമ.
വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപാദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വമാത്മനെ പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ തമ്പുരു നാരദ ഗുഹ്യകാവൃന്ദവും അംബരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യമ മധുരപദങ്ങളാൽ തുഷ്ട്യാ കണക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജമന്ദിരം പ്രാപിച്ചു താരകബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവുമകന്നു വാണിടിനാൻ. സച്ചിത് പരബ്രഹ്മപൂർണം ആത്മാനന്ദം അച്യുതാൻ അദ്വയനേകാമനാമയം ഭാവനയാ ഭഗവത്പദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയാവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹാപരാക്രമം സൂര്യകോടിപ്രഭം സോദരാ വാനരാ താപസാ രാക്ഷസ ഭൂദേവവൃന്ദ നിഷേവ്യമാണംബരം രാമാഭിഷേകതീർത്ഥാദ്രമം വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രാബിംബാനനം ചർവായതാഭുജം ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കിഷ്ടമാസ്പദം കണ്ടാനന്ദ ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. നമ്മൾ ശ്രീരാമ പട്ടാഭിഷേകം ഭാഗങ്ങളാണ് പാരായണം ചെയ്തിപ്പോൾ സമർപ്പിച്ചത്. അതിൽ ആ ഭഗവാന്റെ ആ പട്ടാഭിഷേകം ഭഗവാനേതാ ആ ഭരതഗ്രാമത്തിൽ എന്നിട്ട് നമ്മുടെ ആ പുഷ്പക വിമാനം ഇറങ്ങിയപ്പോൾ ഭഗവാൻ ആ പുഷ്പക വിമാനത്തിനോട് പറഞ്ഞു, പോയി പണ്ടത്തെ പോലെ ആ കുബേരൻ്റെ ആ കൊട്ടാരത്തിലേക്ക് പോയിക്കോളൂ, എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്മരിക്കണ സമയത്ത് വന്നാൽ മതി, അതിന് വേറൊരു തടസ്സമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുഷ്പക വിമാനത്തെ മടക്കി അയച്ചു. അപ്പോൾ അതുപോലെ ആ ലക്ഷ്മണനോടുകൂടി ശ്രീരാമചന്ദ്രൻ ആ കുലഗുരുവായ വസിഷ്ഠനെയൊക്കെ നമസ്കരിച്ചു. പറഞ്ഞു ആ സമയത്ത് എല്ലാവരും കൂടിയിട്ട് പറയണു, ശ്രീരാമദേവനോട് പറയണു, ഇനി ഈ രാജ്യം അങ്ങ് രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുമ്പോൾ പറയും, ഇനി ഞാനതിന് ഒരിക്കലും തടസ്സമാവില്ല, ആരും വിഷമിക്കേണ്ട, ഞാൻ അയോധ്യാധിപതിയായിട്ട് അധികാരം ഏൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കണമെന്ന് പറയണു. ആ സമയത്ത് എല്ലാവരും ആ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ മനോഹരമായിട്ട് ഉള്ള ആ ഒരുക്കങ്ങൾ കൂട്ടണു. ആ സമയത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കണു. അതുപോലെ സീതാദേവിയെ അണിയിച്ചൊരുക്കണതും വാനര സ്ത്രീകളെ അതുപോലെ അണിയിച്ചൊരുക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള രംഗങ്ങളാണ് ഇവിടെ വിശദമായിട്ട് വർണ്ണിച്ചത്. അങ്ങനെ എല്ലാവരും അണിഞ്ഞ് ഒരുങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരും ആ വാനരവീരന്മാർ പോയിട്ട് 4 കടലിലെയും തീർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്നു.
പുണ്യനദികളിൽ പുഷ്കരം മുതലായ തീർത്ഥസ്നാനങ്ങളുടെ ജലങ്ങളൊക്കെ കൊണ്ടുവന്ന് അഭിഷേകത്തിന് വേണ്ടതെല്ലാം എല്ലാവരും കൂടി ശേഖരിച്ചു. അങ്ങനെ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സിംഹാസനത്തിലിരുത്തി ഭഗവാന്റെ ഇടതുഭാഗത്തായി സീതാദേവിയെ ആനയിച്ചു കൊണ്ടുവന്നിരുത്തി. അങ്ങനെ വാമദേവൻ, ജാമ്പാലി, ഗൗതമൻ, വാൽമീകി തുടങ്ങിയ മഹർഷിമാർ, കുലഗുരുവായ വസിഷ്ഠൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്നിവരും എല്ലാവരും കൂടിയിട്ട് ശ്രീരാമചന്ദ്രപ്രഭുവിനെ പട്ടാഭിഷേകം നടന്നു എന്നുള്ള ഭാഗങ്ങളാണ് നമ്മളിതാ അവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിൻ്റെ അവിടുത്തെ ആ ചടങ്ങുകളെല്ലാം വിശദമായിട്ട് അടുത്ത ആ ശ്ലോകങ്ങളിലൂടെയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ ശ്രീപാർവതിയോട് കൂടിയിട്ട് പരമേശ്വരൻ അവിടെ എത്തി ഭഗവാനെ സ്തുതിച്ച് വണങ്ങി. അതിനുശേഷം ഓരോരോ ദേവന്മാരായിട്ടുള്ള സ്തുതികൾ ഇതൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അപ്പം ഈ എല്ലാവരും സ്തുതിച്ച് നമസ്കരിച്ച ഭഗവാന്റെ പാദത്തിൽ നമ്മുടെ അറിവിനനുസരിച്ച്, നമ്മൾക്ക് എല്ലാം അറിഞ്ഞിട്ടല്ല, നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം കൊണ്ട് അല്ലേ, നമ്മുടെ കയ്യിൽ നമ്മുടെ അറിവല്ലേ നമുക്ക് ഭഗവാന്, നമ്മുടെ കൊതി കൊണ്ട് ആ ശ്രീരാമ അഷ്ടോത്തര നാമാവലി അർച്ചന ചെയ്തിട്ട് ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. എല്ലാവരും മുന്നിൽ വച്ചിരിക്കുന്ന ആ വിളക്കിൻ്റെ വിളക്ക് ഭഗവാന്റെ പാദമാണ് എന്ന് സങ്കല്പിച്ചിട്ട് അവിടേക്ക് ഓരോ പുഷ്പങ്ങൾ എടുത്ത് അർച്ചന ചെയ്ത് സമർപ്പിക്കണം. ഏതെങ്കിലും കാരണവശാൽ പുഷ്പം തീർന്നു എന്ന് വിചാരിച്ചാൽ ഒട്ടും വിഷമിക്കേണ്ട. മനസ്സ് കയ്യ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മനസ്സാകുന്ന നമ്മുടെ പ്രേമമാകുന്ന ആ പുഷ്പം മനസ്സിൽ നിന്ന് പറിച്ച് സങ്കല്പത്തോടു കൂടി സമർപ്പിച്ചാൽ മതി. അതിനാണ് പ്രാധാന്യം. ഈ ചെയ്യുന്ന ചടങ്ങുകളേക്കാൾ പ്രാധാന്യം നമ്മുടെ മാനസിക നിലയ്ക്കാണ്. വെറും കർമ്മം എന്നുള്ളത് പോലെ ഇത് ചെയ്തിട്ട് പ്രയോജനമില്ല. നമ്മളത് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടത്തോടു കൂടി ഇത് ചെയ്യാൻ സാധിച്ചുല്ലോ, ഭഗവാൻ ഇങ്ങനെ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഈ പ്രേമം സമർപ്പിക്കാൻ സാധിച്ചുല്ലോ, ഭഗവാനെ ഇത്രയും ദിവസം രാമായണ പാരായണത്തിന് സാധിച്ചുല്ലോ, ഇത്രയും ദിവസം പാരായണത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്ന് ഈ ഭഗവാന്റെ പാദത്തിൽ ഈ അർച്ചന ചെയ്യാൻ സാധിച്ചുല്ലോ. അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥനകളുണ്ടായിട്ട് നമ്മളത് വേണ്ടതുപോലെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആ പരമപ്രേമ ഭക്തിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. തന്നിരിക്കുന്ന ആ അക്ഷരങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് പറയുമ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അക്ഷരങ്ങൾ എന്തെങ്കിലും കിട്ടാണ്ട് വരെ തെറ്റ് ചെയ്യണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് തന്നത്. അത് നോക്കി ഇരിക്കേണ്ട. അതിൽ തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. അതിനു വേണ്ടി മാത്രമാണ് അത് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്നും നമ്മുടെ ഗൃഹത്തിൽ എന്ന് മനസ്സുകൊണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരിക്കൽ പറയേണ്ടായില്ലേ, മനസ്സുകൊണ്ട് സമർപ്പിക്കണത്. അപ്പം നമുക്ക് ഇത് നോക്കിയിരുന്ന് നമ്മുടെ മനസ്സാകുന്ന ആ പൂന്തോട്ടത്തിലെ പ്രേമത്തിൻ്റെ പുഷ്പങ്ങളെ പറിച്ചെടുത്തിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണമെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഓരോ മന്ത്രവും ചൊല്ലി ഇങ്ങനെ അർച്ചിക്കാം. അതിന് വിളക്കും വേണ്ട, ഒന്നും വേണ്ട. എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് സമർപ്പിക്കാം, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണമെന്നുള്ള ഭാവത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു നാമം, ഭഗവാന്റെ നാമങ്ങൾ എഴുതിയത്. എവിടെയും കൊണ്ടുവന്നിട്ട് കളയരുത്, സൂക്ഷിച്ചു വെക്കണം എന്നും കൂടി പറയണം. ഒന്നും വായിക്കാനോ അത് ചെയ്യാനോ ഒന്നും സാധിച്ചില്ലെങ്കിൽ അയ്യോ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്നും വിഷമിക്കേണ്ട. അത് ഗൃഹത്തിലൊരിക്കൽ സൂക്ഷിച്ചു വെച്ചോളൂ. അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സമയം വരുമ്പോൾ ഭഗവാൻ അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചോളും, ഉറപ്പാണത്. അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ ഒരു നിമിത്തം നമുക്ക് തരില്ല. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ അഷ്ടോത്തര ശതനാമാവലി അത് നമുക്ക് പാരായണം ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീ ജീവനസ്മരണം ഓരോ നാമം പറയണേക്കാളും മുമ്പ് ഇവിടെ ഞാൻ നാമം ജപിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പൂവെടുത്തിട്ട് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നിങ്ങളത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അർച്ചിക്കുക. അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കാത്ത എല്ലാവരും ഉണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ, നാട്ടുകാർക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മൈക്ക് വേണമെന്ന് പ്രത്യേകം പറഞ്ഞത്. ഇന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് മൈക്കിൽ പറയാൻ. പക്ഷേ ആ സമയം വന്ന് കറണ്ട് പോയി. അപ്പോൾ ഭഗവാൻ നോക്കൂ, അതൊരു ഹരേ രാമ. ഓം ശ്രീരാമായ നമഃ. ഓം രാമഭദ്രായ നമഃ. ഓം രാമചന്ദ്രായ നമഃ. ഓം ശാശ്വതായ നമഃ. ഓം രാജീവലോചനായ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം രാജേന്ദ്രായ നമഃ. ഓം രഘുപുംഗവായ നമഃ. ഓം ജാനകീവല്ലഭായ നമഃ. ഓം ജൈത്രായ നമഃ. ഓം ജിതാമിത്രായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം വിശ്വാമിത്രപ്രിയായ നമഃ. ഓം ദാന്തായ നമഃ. ഓം ശരണപ്രാണതൽപരായ നമഃ. ഓം ബാലിപ്രമഥനായ നമഃ. ഓം വാഗ്മിനേ നമഃ. ഓം സത്യവാജേ നമഃ. ഓം സത്യവിക്രമായ നമഃ. ഓം സത്യവ്രതായ നമഃ. ഓം വ്രതധരായ നമഃ. ഓം സദാ ഹനുമന്താശ്രിതായ നമഃ. ഓം കൗസലേയായ നമഃ. ഓം ഖരധ്വംസിനേ നമഃ.
ഓം വിരാധവധ പണ്ഡിതായ നമഃ. ഓം വിഭീഷണ പരിധാത്രേ നമഃ. ഓം ഹരകോദണ്ഡഖണ്ഡനായ നമഃ. ഓം സപ്തതാലപ്രഭേദ്രേ നമഃ. ഓം ദശഗ്രീവശിരോഹരായ നമഃ. ഓം ജമദഗ്ന്യം മഹാദർപ്പദളനായ നമഃ. ഓം താടകാന്തകായ നമഃ. ഓം വേദാന്തസാരായ നമഃ. ഓം വേദാത്മനേ നമഃ. ഓം ഭവരോഗസ്യ ഭേഷജായ നമഃ. ഓം ദൂഷണത്രിശിരോഹന്ത്രേ നമഃ. ഓം ത്രിമൂർത്തയേ നമഃ. ഓം ത്രിഗുണാത്മകായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം ത്രിലോകാത്മനേ നമഃ. ഓം പുണ്യചാരിത്രകീർത്തനായ നമഃ. ഓം ത്രിലോകരക്ഷകായ നമഃ. ഓം ധ്വംസിനേ നമഃ. ഓം ധന്വിനേ നമഃ. ഓം ദണ്ഡകാരണ്യകർത്തനായ നമഃ. ഓം അഹല്യാശാപശമനായ നമഃ. ഓം പിതൃഭക്തായ നമഃ. ഓം വരപ്രദായ നമഃ. ഓം ജിതേന്ദ്രിയായ നമഃ. ഓം ജിതക്രോധായ നമഃ. ഓം ജിതാമിത്രായ നമഃ. ഓം ജഗദ്ഗുരവേ നമഃ. ഓം വൃഷവാനരസംഘാതേ നമഃ. ഓം ചിത്രകൂടസമാശ്രയായ നമഃ. ഓം ജയന്തത്രാണവരദായ നമഃ. ഓം സുമിത്രാപുത്രസേവിതായ നമഃ. ഓം സർവദേവാദിദേവായ നമഃ. ഓം മൃതവാനരജീവനായ നമഃ. ഓം മായാമാരീചഹന്ത്രേ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാഭുജായ നമഃ. ഓം സർവദേവസ്തുതായ നമഃ. ഓം സൗമ്യായ നമഃ. ഓം ബ്രഹ്മണ്യായ നമഃ. ഓം മുനിസംസ്തുതായ നമഃ.
ഓം മഹായോഗിനേ നമഃ. ഓം മഹോദരായ നമഃ. ഓം സുഗ്രീവ വേപ്സിതരാജ്യതായ നമഃ. ഓം സർവപുണ്യാധികഫലായ നമഃ. ഓം സ്മൃത സർവാഘനാശനായ നമഃ. ഓം സ്മൃത സർവാഘനാശനായ നമഃ. ഓം ആദിപുരുഷായ നമഃ. ഓം പരമപുരുഷായ നമഃ. ഓം മഹാപുരുഷായ നമഃ. ഓം പുണ്യോദയായ നമഃ. ഓം ദയാസാരായ നമഃ. ഓം പുരാണപുരുഷോത്തമായ നമഃ. ഓം സ്മിതവക്തായ നമഃ. ഓം മിതഭാഷിണേ നമഃ. ഓം പൂർവഭാഷിണേ നമഃ. ഓം രാഘവായ നമഃ. ഓം അനന്തഗുണഗംഭീര്യായ നമഃ. ഓം ധീരോദാത്ത ഗുണോത്തമായ നമഃ. ഓം മായാമനുഷ്യചരിത്രായ നമഃ. ഓം മഹാദേവാദിപൂജിതായ നമഃ. ഓം സേതുകൃതേ നമഃ. ഓം സേതുകൃതേ നമഃ. ഓം ജിതാവാരശയേ വാരശയേ നമഃ. ഓം സർവതീർത്ഥായ നമഃ. ഓം ഹരയേ നമഃ. ഓം ശ്യാമാംഗായ നമഃ. ഓം സുന്ദരായ നമഃ. ഓം ശൂരായ നമഃ. ഓം പീതവാസസേ നമഃ. ഓം ധനുർധരായ നമഃ. ഓം സർവയജ്ഞാധിപായ നമഃ. ഓം യഞ്ജുനേ നമഃ. ഓം ജരാമരണവർജിതായ നമഃ. ഓം വിഭീഷണപ്രതിഷ്ഠാത്രേ നമഃ. ഓം സർവാഭരണവർജിതായ നമഃ. ഓം പരമാത്മനേ നമഃ. ഓം പരബ്രഹ്മണേ നമഃ. ഓം സച്ചിദാനന്ദവിഗ്രഹായ നമഃ. ഓം പരസ്മൈ നമഃ. ഓം പരസ്മൈ ജ്യോതിഷേ നമഃ. ഓം പരസ്മൈ ധാംനേ നമഃ. ഓം പരാകാശായ നമഃ. ഓം പരാത്പരായ നമഃ. ഓം പരേശായ നമഃ. ഓം പരാഗായ നമഃ. ഓം പരായ നമഃ. ഓം സർവദേവാത്മകായ നമഃ. ഓം പരസ്മൈ നമഃ. ഓം ശ്രീരാമചന്ദ്രപ്രഭവേ നമഃ. ഓം രാമം രാമാനുജം സീതം ഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനും ച പ്രണമാമി പുനഃ പുനഃ. രാമം രാമാനുജം സീതാഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനം ച പ്രണമാമി പുനഃ പുനഃ. ജാനകീ ജീവനസ്മരണം. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. രാധേശ്യാം ഓരോരുത്തരായി തിരക്ക് പിടിക്കാണ്ട് എഴുന്നേറ്റ് ഇവിടെ അർച്ചിച്ച പുഷ്പങ്ങൾ മുഴുവൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. വിളക്കുകളൊക്കെ ഇവിടെ നിരത്തി ഇവിടെ ഓരോരുത്തർ കൊണ്ടുവന്ന് വയ്ക്കുക. വയ്യാത്ത അമ്മമാരൊക്കെ എണീറ്റ് മാറി നിന്നോളൂ, അത് മറ്റുള്ളവർ ചെയ്തോളും. അവരവർ ചെയ്തത് ബാക്കിയുള്ളവരൊക്കെ അവരവർ ചെയ്തത് പൂക്കൾ ഇവിടെ സമർപ്പിച്ച് വിളക്ക് ഇവിടെ സമർപ്പിക്കുക. പിന്നെ എല്ലാവരും അതാത് സ്ഥാനത്ത് കസേരകളിലോ നിലത്തോ എവിടെയോ സൗകര്യം പോലെ വെച്ചാൽ അവിടെ ഇരിക്കാം. ബാക്കി പാരായണം നമുക്ക് ആരംഭിക്കാം. ഇത് സമർപ്പിക്കുന്നത് വരെ ഇവിടെ ഹരേ രാമ നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ഇരിക്കൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. ബാക്കി ഭാഗങ്ങളും കൂടി പാരായണം ചെയ്ത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ രാമായണം ഇന്ന് സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. ഇവിടെ നടന്ന അർച്ചന വേണ്ട വിധത്തിലായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ശരിക്കും മറുപടി. കാരണം നമുക്ക് അത്രയേ അറിവുള്ളൂ. നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ കൊതി കൊണ്ട് നമ്മളിതാ ചെയ്യണു. ഒരുപാട് തവണ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ ഇത് വേണ്ടത് വിധത്തിൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ആ ഭഗവാൻ തന്നെ ഗുരുനാഥൻ്റെ രൂപത്തിൽ എത്തി നമ്മളെ വേണ്ടതുപോലെ ഉത്ബോധിപ്പിക്കും. ആദ്യം തന്നെ നമുക്ക് ഇച്ഛ ഉണ്ടാവണം. അതാണ് പ്രാധാന്യം. നമുക്ക് ആഗ്രഹിക്കണം, ഇവിടെ വന്നിരിക്കണം, ഇതിൽ പങ്കുകൊള്ളണം, ഇത് കേൾക്കണം, സത്സംഗത്തിലിരിക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ധാരാളം നാമം ജപിക്കണം എന്നുള്ള കൊതി ഉണ്ടാവണം. ഇവിടെ നാമജപം കേൾക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയം പെരുമ്പറ കൊട്ടണം എന്നാണ് പറയുക. അവിടെ ഇരിക്കാൻ പറ്റരുത്. നമുക്ക് ആ നാമജപത്തിൻ്റെ അടുത്തേക്ക് പോകണം. ആ നാമജപത്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നരുത്. ചിലപ്പോൾ ഒരു പക്ഷേ
നമ്മൾ അമ്പലത്തിലൊന്ന് തൊഴുതു പോവാം എന്ന് വിചാരിച്ചിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഭഗവാന്റെ നാമജപം നടക്കണമെന്ന് കാണുമ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ കഴിയണവരവിടെ ഇരുന്ന് പോവും. അതുപോലെ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ നിറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ജപങ്ങളൊക്കെ. അങ്ങനെ ആവുമ്പോഴാണ് ഈശ്വരനോട് പ്രേമഭക്തി എന്ന് പറയുക. ആ ഒരു ഭഗവാനെ വിട്ട് പിരിയാൻ പറ്റാത്തത് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ വിട്ട് പിരിയാൻ പറ്റാത്ത ഒരവസ്ഥ പോലെ നമുക്ക് ആ ഗുരുവായൂരപ്പനെ വിട്ട് പിരിയാൻ തോന്നരുത്. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തണം നമ്മൾ. അപ്പോഴാണ് സാധിക്കുള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളിൽ നിന്ന് സ്വാതന്ത്ര്യം, മറ്റുള്ളവരിൽ നിന്നല്ല, അവനവനിൽ നിന്ന്. ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെയാണ് എന്നുള്ളൊരു ബോധം, എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം, ഇതിൽ നിന്നൊക്കെ മോചനം നേടുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാനോട് സമരം ചെയ്ത് നേടുക എന്ന് പറയണില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ ഭഗവാനോട് പ്രേമഭക്തിയോട് കൂടിയിട്ടും പല വിധത്തിലുണ്ട് അല്ലേ. കാമം കൊണ്ടും കരഞ്ഞ് 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 ഭഗവാനെ ഒന്ന് മുന്നിൽ വരൂ ഒന്ന് മുന്നിൽ വരൂ എന്ന് കരഞ്ഞ് 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 ആ ദുഃഖം കൊണ്ട് നേടണവരുണ്ട്. അതുപോലെ ആ എന്നോട് വന്നാലും വേണ്ടില്ല വന്നില്ലെങ്കിലും വേണ്ടില്ല, കണ്ണനെ വിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ആ പ്രേമഭാവത്തോടു കൂടിയിട്ട്, ആഗ്രഹത്തോട് കൊതിയോട് കൂടിയിട്ട് പ്രേമിച്ച് ആ ഭഗവാൻ ദാസനായി തീർന്നു ഗോപികമാരുടെ. അങ്ങനെയുള്ള ആ പ്രേമഭക്തിയുണ്ട്. അതുപോലെ ഇവിടെ എത്ര പേര് രാവണൻ്റെ അടുത്ത് പറഞ്ഞു യുദ്ധം ചെയ്യാണ്ട് പോയി അവിടെ ചെന്ന് കാൽക്കൽ വീഴൂ എന്ന്. രാവണനെ അറിയാം, രാവണൻ്റെ സ്വഭാവം അറിയാം. അത് ഏതാനും ഒരു നിമിഷം അല്പമായിട്ട് നമുക്ക് തോന്നണേ അല്ലേ. ആരെങ്കിലുമൊക്കെ നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ പെട്ടെന്നൊരു അപമൃത്യു ഉണ്ടാവും, എന്തെങ്കിലും മരണം ഉണ്ടായാൽ അവരുടെ ഒരവസ്ഥ കാണുമ്പോൾ നമുക്കൊരു വിരക്തി വരും. ജീവിതമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, കഷ്ടം, ഇങ്ങനെയൊക്കെയാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ തത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊന്തി വരും. കാരണം ഇത് എവിടെയൊന്നും നേടേണ്ടതല്ല, അവനവൻ്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരവസ്ഥ കഴിഞ്ഞ് അപ്പുറത്ത് കാണുന്നത് വേറെ. അപ്പുറത്തപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഓണം പ്രമാണിച്ച് വമ്പിച്ച വിലക്കുറവ്, ഇത്ര സാധനം മേടിച്ചാൽ ഇത്ര സാധനം ഫ്രീ, അങ്ങനെ. അപ്പോൾ എന്നാൽ അങ്ങോട്ട് പോവാം. അപ്പം ഇപ്പം തോന്നിയത് അത് അപ്പം തീർന്നു, അത്രയേ ഉള്ളൂ. അത് രാവണ ബുദ്ധിയാണ്. രാവണനറിയാം ശരണാഗതി പ്രാപിച്ചാലും അത് വേണ്ടതുപോലെ ആവില്ല എന്ന്. അപ്പോൾ എൻ്റെ സ്വഭാവം എന്താ, ആ സ്വഭാവം കൊണ്ട് തന്നെ ഞാൻ പൊരുതി നേടും. ഭഗവാനെ പൊരുതി നേടാനാണ് രാവണന് ആസുരിക ഭാവം. അത് പൊരുതി അവസാനം ഭഗവാൻ സാക്ഷാത്കാരം കൊടുത്തു. അതുപോലെ നമ്മളും നാമജപം കൊണ്ട് ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ ഇരുന്നിട്ട് പൊരുതുകയാണ് ചെയ്യണത് ഭഗവാനോട് ശരിക്കും. കാരണം നമുക്ക് ഈ രണ്ട് വഞ്ചിയിൽ കാല് വെച്ച പോലെയാണ് നമ്മുടെ അവസ്ഥ. അതിട്ടിട്ട് പോരാനും വയ്യ, അവിടെ നിൽക്കാനും പറ്റണില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്നാക്കി തരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് വിട്ടു പോരുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അവിടുത്തെ ചിന്തയായി. ഇവിടെ വന്ന് ഇടയ്ക്ക് വരണില്ല, വീട്ടിലിരിക്കുമ്പോൾ കഷ്ടം, പോവായിരുന്നു കേട്ടോ, അവിടെ ദയാസാസം ഇന്ന് പറഞ്ഞതാണ് അർച്ചന ഉണ്ടെന്ന്, ആ അർച്ചനയിലൊന്ന് പങ്കെടുക്കായിരുന്നു എന്നുള്ള അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥകളിൽ നിന്ന് ഏതിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് ആ ഭഗവാനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ കാരുണ്യം തന്നെ ഉണ്ടാവണം. അപ്പം നമ്മളിത് ആ പൊരുതി നേടുകയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു സംരംഭത്തിലേക്ക് ഇവിടെ നടക്കുന്ന മഹായജ്ഞങ്ങൾ തന്നെയാണ്. ഓരോ വ്യാഴാഴ്ചയും നടക്കുന്ന നാമജപ യജ്ഞം എന്ന് തന്നെയാണ് പറയുക. അതിന് അതിൻ്റേതായ പവിത്രതയുണ്ട്. അപ്പോൾ ആ യജ്ഞങ്ങൾക്ക് പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളും കൂടി പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ജാനകീ ജീവനസ്മരണം ആ വാനരാദികൾക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണ് പാരായണം ചെയ്യണത്. വിശ്വംഭര പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ. സസ്യസമ്പൂർണമായി വന്നീതവാനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുക്ത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു.
ഗന്ധപുഷ്പങ്ങളക്കാലമൂഴിയിൽ ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ 100,000 തുരകങ്ങൾ പശുക്കളും 100,000-ത്തിൽ പിറമ്പിന്നെയും 30 കോടി സുവർണാഭരണങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. രത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യാമനർഘാമനൂപമം ആദിത്യപുത്രനു നൽകിനാനാദരാൽ. ആതിഥേയാധിപപുത്രനതനയനും അംഗദാദന്തം കൊടുത്തോരനന്തരം മംഗലാഭാംഗിയാം സീതയ്ക്കു നൽകിനാൻ. നേരുവും ലോകത്രയവും കൊടുക്കിലും പോരാവിലായതീനങ്ങിനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും ഭാരം പ്രസാദിച്ചു മന്ദസ്മിതന്യുതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൽ 10 മുഖാമുജവും മാരുതി വക്തവും മധ്യേ മണീമയമാകിയ ഹാരവും. ഇംഗിതജ്ഞൻ പുരുഷോത്തമനന്നേരം മംഗലാദേവതയോടു ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾക്കമാലത്തിൽ നിനക്കു മനോഹരെ നൽകിയിടവന്നു നീ മറ്റാരുമല്ല നിന്നങ്കു ആകൂതഭംഗം വരുത്തുവാനോമലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൻ. ഹരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോടു തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദാമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദ പരവശനായി. മധുരാക്ഷരം മാരുതാനന്ദന വീണ്ടും വരത്തെ നീ വീരാവരിച്ചു കൊൽകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും. മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമാജപസ്മരണ ശ്രവണങ്ങളിൽ മാമകാമാനസേ തൃപ്തി വരാ വിഭോ. മറ്റൂവരം മമ വേണ്ടാതെയാനിതേ. മുറ്റൂമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ശോഭാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പരീഷതനായവൻ വീണു നമസ്കൃത്യ പിന്നെയും ശ്രീരാമസീതജ്ഞയ പാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചെന്നോ ഹിമാലയം ബുക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനോഹരൻ. ഗച്ഛാസകേപുരം ശൃംഗിവേരം ഭവൻ മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ. ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരമ്പുനാരേകഭാവം ഭുജിച്ചിടുകന്നോടു നീ. ദിവ്യാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമൻ ആശിഷ്ടനായ ഗുഹന്തതാം. ഗംഗാനദീപരെ ശോഭിതനാമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമല്ലാതെ വസ്ത്രാഭരണങ്ങളും മാല്യകളഭാരി ചന്ദനാദിയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർന്നാദരാൽ മർക്കടാനായകന്മാർക്കു കൊടുത്തുപോയി. കിഷ്കിന്ധപുകയെന്നരുളിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം പൂണ്ടു കിഷ്കിന്ധപുക്കു സുഖിച്ചു മരുവിനൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ വിളിച്ചാശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ടു കൊടുപ്പിച്ച നാരദം നൂനപട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകുന്നു പുൽകി കനിവോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനു വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ. മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലാഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമോദം ഉൾക്കൊണ്ടുപോയാരവർകളും നക്തഞ്ചരൻ വിഭീഷണൻ അന്നേരം ഭക്തിയാ നമസ്കരിച്ചഞ്ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ.
ആ ചന്ദ്രതാരകം ലങ്കയിൽ വഴുക നീ നാശമരികളാൽ ഉണ്ടാകയില്ലതേ. പിന്നെ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു. മുക്താഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ച വിർമുത പുണർനീടിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീര് ഇത്യർത്ഥമിറ്റിറ്റു വീണു വണങ്ങിയും ഗദ്ഗദാവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുജനത്തോട് മാതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ജാനകീദേവിയോടും രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്യതം അശ്വമേധാദിയം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയം പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനീതമാർക്കില്ലൊരു വ്യാധിഭയാവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യസമ്പൂർണമായല്ലോ ധരിത്രിയും ദാസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടാറുമില്ല കാലേ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ടനുകമ്പ മാനസേ. നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ. പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരം ആർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരാസുഖ എന്തിനിതിൽ പരം. വൈകുണ്ഠലോകഭാഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാർ. ജാനകീ ജീവനസ്മരണം ജയ രാമ രാമ. അധ്യാത്മരാമായണം ഇതെത്രയും അത്യുത്തമോത്തമം. മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ജയിൽ മർത്യനി ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടതായ സാധകം. ഭക്തിയാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യാജനങ്ങളിൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതി ഉണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും. അധി കേട്ടിടുകീലർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ. കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതിനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കീലനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥയുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപൊം നിർണയം. ദേവാപിതൃഗണതാപസമുഖ്യന്മാരവരേറ്റവും പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രീസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധഭക്തിയ ബുദ്ധിയ ഗുരുഭക്തി പുണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ജാനകീ ജീവനസ്മരണം. ഇപ്പോൾ ആ
എല്ലാവരെയും സന്തോഷിപ്പിച്ച് വാനരാദികളെയൊക്കെ സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ച ഭാഗങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം ആ രാമൻ്റെ രാജ്യം ഭരിച്ചതിൻ്റെ ഫലങ്ങൾ അതിനൊക്കെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ കാലത്ത് സ്ത്രീകൾക്ക് വൈധവ്യതൊക്കെയൊന്നും ഉണ്ടായില്ല, രോഗഭീതിയില്ല, സമ്പൽ സമൃദ്ധമായി, കൊള്ളക്കാരുണ്ടായില്ല എന്നുള്ളതെല്ലാം വിശദമായിട്ട് അതെല്ലാം പറഞ്ഞു. അതിനുശേഷം രാമായണത്തിൻ്റെ മാഹാത്മ്യം ആർക്കും പറയാൻ പറ്റില്ല, രാമായണത്തിൻ്റെ മാഹാത്മ്യമെങ്കിലും ഉത്തമോത്തമമാണ് എന്ന് തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഏത് ആഗ്രഹം വച്ചിട്ട് രാമായണം പാരായണം ചെയ്താലും അവരവർക്ക് അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. കുട്ടികളില്ലാത്തവർക്കൊക്കെ രാമായണം പൂർണ്ണമായിട്ട് ശ്രവിച്ചാൽ അവർക്ക് പുത്രലബ്ധി ഉണ്ടാവും എന്നെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ശത്രുക്കൾ ഇല്ലാണ്ടാവും, ആരോഗ്യമില്ലാത്ത രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടണവർ രാമായണം ശ്രവിച്ചാൽ അവർക്ക് അതെല്ലാം രോഗങ്ങളെല്ലാം മാറും എന്നുള്ള പല വിധത്തിലുള്ള അതിൻ്റെ മാഹാത്മ്യങ്ങളെ ഇവിടെ പറഞ്ഞുകൊണ്ട് ആ ശ്രീപരമേശ്വരൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത രാമായണം ശുദ്ധ മനസ്സോടു കൂടിയിട്ടും ഗുരുഭക്തിയോടും കൂടിയിട്ടും എന്നും പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് എന്ന് പറഞ്ഞിവിടെ സമർപ്പിച്ചു. എല്ലാവർക്കും എന്നും പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാ ദിവസത്തെയും പാരായണം ഇന്നിവിടെ നമ്മൾ സമ്പൂർണ്ണ സമർപ്പണമായിട്ട് നടത്തുകയാണ്. അപ്പം നമ്മൾ ഈ ക്ഷേത്ര തിരുനടയിൽ വന്നിരുന്നിട്ട് നമ്മളിതാ ഈ ഒരു ഇത് തുടങ്ങിയിട്ട് ഇന്നൊക്കെതാ അപ്പം എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഭഗവാനെ വേണ്ടതുപോലെ പൂജിച്ച് ആ ഭഗവാന്റെ ആ മനസ്സിന് സന്തോഷം വരുത്തിക്കൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ തെളിഞ്ഞ് ഇത്രയും ആ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെ പ്രഭാവത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഭഗവാന്റെ മാതൃതുല്യം ആണ് ഭഗവാന്റെ മേൽശാന്തി എന്നാണ് പറയുക. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഭഗവാനായിട്ട് കണ്ട് നമുക്കെല്ലാവർക്കും ചെറിയൊരു സമർപ്പണം അദ്ദേഹത്തിന് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ കർപ്പൂരമൊക്കെ കത്തിച്ച് സമർപ്പിക്കാം. അപ്പം അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും നാമജപത്തോടു കൂടിയിട്ട് അങ്ങോട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിന് ദക്ഷിണ സമർപ്പിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കർപ്പൂരമൊക്കെ കത്തിച്ച് നാമം ജപിച്ച് ഇവിടെ സമർപ്പിക്കാം. കുറച്ച് സമയം നാമം ജപിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല, ഇപ്പോൾ അത് ചെയ്തിട്ട് വേണം. അതുകൊണ്ടാണ് എല്ലാവരും നാമം ജപിച്ചോളൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓണപ്പലക വേണം. അങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് ഓണപ്പലക വേണം. രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ആരാടക്കി വെച്ചു കൊടുക്കണ്ട. നിങ്ങളൊക്കെ അവിടെ ഇരിക്കൂ, എല്ലാവരും അവിടെ ഇരിക്കൂ, ആരും എണീക്കേണ്ട, അവിടെ ഇരുന്നോളൂ. ഞാൻ പറയുമ്പോൾ എനിക്ക് നാമം ജപിക്കൂ, എല്ലാവരും ഉറക്ക നാമം ജപിക്കും. എന്തിനാ എണീക്കണേ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അടയ്ക്കാൻ പറ്റില്ല. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഉണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 അവിടെ ചോദി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഇവിടെ സമർപ്പിച്ചോ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ എല്ലാവരും നമസ്കരിച്ചോളൂ കേട്ടോ കൃഷ്ണ ഹരേ ഒരു നമസ്കരിച്ചോളൂ കൃഷ്ണ ഹരേ 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 രാമ നമസ്കരിച്ച് അവരവരുടെ സ്ഥലത്ത് ഇരുന്നോളൂ അവിടെ ഇരുന്നോളൂ ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഇവിടേക്ക് ഉണ്ണിച്ചേട്ടനും ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കർപ്പൂരം കത്തി അവസാനവും ഇത് സമർപ്പിച്ചിട്ടാ പിന്നെ ഹരേ ഹരേ രാമ കർപ്പൂരം കത്തിച്ചോളൂ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇരുന്നോളൂ എല്ലാവരും ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം.
സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി. കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാ ദേവിയെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരായുധ ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം സഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൺവേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. ശ്രീഹരയേ നമഃ. എല്ലാവരുടെയും വാക്കുകളെ കൊണ്ടോ പ്രവർത്തികളെ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഈ ഒരു മഹായജ്ഞത്തിന് എന്തെങ്കിലും ഒരു വിഘ്നം നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മുമ്പിൽ ഇതാ എല്ലാ സമസ്താപരാധങ്ങളും ചോദിച്ചുകൊണ്ട് ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെ രാമായണത്തിലൂടെ പലവട്ടം പറഞ്ഞു തരുന്നുണ്ട്. എന്നെ ആശ്രയിച്ചവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല, എന്നെ ആശ്രയിച്ചവരെ കൈവിടില്ല എന്ന്. അതുപോലെ നമുക്കും അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത എല്ലാ തെറ്റുകളും നമുക്ക് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഭഗവാനെ ആശ്രയിക്കാം. വേറെ ഒന്നുമില്ല, ആ ഭഗവാന്റെ ആ പാദചരണങ്ങൾ മാത്രമേ ഉള്ളൂ. മുല്ലോർലി തേവരുടെ പാദത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിതാ നമസ്കരിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആരോടുമുള്ളിൽ വകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുരളി ദേവരെ സന്തോഷിക്കണേ, സന്തോഷിക്കണേ.